ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസ് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കിലോ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിയാം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് നമുക്കൊരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ തക്കാളി പ്രഷറൊക്കെ പോയി നമുക്കിനി ഇതിനൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ആ തക്കാളി നല്ലോണം ഒന്ന് തണുക്കണം. അപ്പം നമ്മുടെ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം തണുത്ത് കഴിഞ്ഞു. അതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കതിനൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി അരിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മുടെ തക്കാളിയുടെ തൊലിയും കുരുവൊക്കെ മാറി അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമ്മൾ എടുക്കണം. അപ്പം നമ്മൾ ശരിക്കും അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് അതിലേക്ക് ഈ ടൊമാറ്റോയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ഒക്കെ ആണെങ്കിൽ ഒരു 2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി. ഇനി നമുക്കിതിനെ നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി തിളപ്പിച്ചെടുക്കാം. നല്ലോണം കുറുകി വരണം നമ്മുടെ ഈ സോസ്. ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ മുളകോ അല്ലെങ്കിൽ കുറച്ച് മധുരമോ എന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ സോസ് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 100 ml വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ ഒന്നുകൂടെ തിളപ്പിക്കാം. ഇപ്പോൾ ദേ നമ്മുടെ സോസ് നല്ലോണം കുറുകി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ടൊമാറ്റോ സോസിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുത്ത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ബോട്ടിലേക്കോ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് അടച്ച് സൂക്ഷിക്കാം. അപ്പം നമ്മുടെ ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 1 കിലോ തക്കാളി മതിയാവും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ചെറിയ ബോട്ടിൽ സോസ് ഉണ്ടാക്കാനായിട്ട്.